പാലക്കാട് സ്വകാര്യ ഹോട്ടലിൽ നടത്തിയ പരിശോധന എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് ദൃശ്യങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കി വരാം. ആദ്യം ഒന്ന് ഓർഡർ ഒന്ന് കാണിച്ചു തരുമോ? തല മൊട്ടടിക്കാം. ഒന്ന് ഓടുന്നത് കാണിച്ചു തരുമോ? ഇതിലും ഓടി എന്ന് പറഞ്ഞു. നിങ്ങളല്ലേ ചാനൽ കൊടുത്ത്? നിങ്ങളുടെ ചാനലല്ലേ കൊടുത്ത്? ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പറഞ്ഞു. നാണുണ്ടോ? നാണം. നിങ്ങൾ എംപിയാ? ഒന്നാ പോവില്ല. ഈ ആരോടെ കളിക്കുന്നു? പിന്നെ ഒരു മിനിറ്റ് ഷാഫി പറഞ്ഞത് കേട്ടുകൊണ്ടിരുന്ന ഒരാളാ. ഷാഫി പറഞ്ഞത് കേട്ടോണ്ട് ഞാൻ ചോദ്യം ചോദിക്കാൻ ബാധ്യസ്ഥനാ. ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു മാനി എം പി ഈ ശോഭം കാണിക്കരുത്. ഞാൻ പറഞ്ഞുതരാം. എന്നോട് ചോദിക്കും. ഞാൻ പറയാം. എന്നോട് ചോദിക്കും. ഷാഫി ഇങ്ങനെ പെരുമാറരുത്. ഷാഫി ഇങ്ങനെ പെരുമാറ്റത്തിന് നിങ്ങൾ ക്ലാസ് എടുക്കരുത്. ഷാഫി ഇങ്ങനെ പെരുമാറ്റത്തിന് താങ്കൾ ക്ലാസ് എടുക്കരുത്. താങ്കൾ ക്ലാസ് എടുക്കരുത്. പെരുമാറ്റത്തിന്റെ ക്ലാസ് താങ്കൾ ദയവായിട്ട് എടുക്കരുത്. പാലക്കാട് എം പിയാണ്. അങ്ങനെ എത്ര മോശമായ ഷാഫി എന്തിനാ? ഞാൻ ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിച്ചിട്ടേ പോവുള്ളൂ. ഓടിയെന്ന് പറഞ്ഞ ഞാൻ ചോദ്യം ചോദിക്കും എം പി. ഞാൻ ചോദ്യം ചോദിക്കും. കൈരളി അവസാന നിമിഷം വരെ ചോദ്യം ചോദിക്കും. ഈ വീട്ടിൽ പോയി എന്ത് പ്രശ്നം അടിച്ചാൽ വരികയാണ്. എന്ത് പ്രശ്നം? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതായിരുന്നു ഇന്നലെ പാലക്കാട് സ്വകാര്യ ഹോട്ടലിൽ സംഭവിച്ചത്. പാലക്കാട് സ്വകാര്യ ഹോട്ടലിൽ തെരഞ്ഞെടുപ്പിനായി പണം തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഒരു വണ്ടിയിൽ എത്തിച്ചു എന്ന് പോലീസിന് രഹസ്യ വിവരം ലഭിക്കുന്നു. ആ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പരിശോധനയ്ക്കായി ആ ഹോട്ടലിൽ എത്തുന്നു. ആ ഹോട്ടലിൽ പോലീസ് എത്തുമ്പോൾ അവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഷാഫി പറമ്പിൽ എം പി ഉണ്ടായിരുന്നു, വി കെ ശ്രീകണ്ഠൻ എം പി ഉണ്ടായിരുന്നു, അബിൻ വർക്കി ഉണ്ടായിരുന്നു, ജ്യോതികുമാർ ചാമക്കാല ഉണ്ടായിരുന്നു. ഈ 4 പേരും പരിശോധനയ്ക്കായി പോലീസ് എത്തുന്നതിന് തൊട്ട് മുൻപ് ഹോട്ടൽ മുറി വിട്ട് പുറത്തേക്ക് പോകുന്നു. ആ ഹോട്ടൽ മുറി വിട്ട് പുറത്തേക്ക് പോയതിനെ ചോദ്യം ചെയ്തതാണ് ഇപ്പോൾ കൈരളി ന്യൂസ് അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ. നൃപൻ ചക്രവർത്തി ഷാഫി പറമ്പിലിനോടും വി കെ ശ്രീകണ്ഠനോടും സംസാരിച്ചതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഏത് രീതിയിലാണ് ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും തിരിച്ച് നൃപൻ ചക്രവർത്തിക്ക് മറുപടി കൊടുത്തത് എന്ന് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. അത്രയേറെ പ്രകോപിതനായി, അത്രയേറെ അസഹിഷ്ണുതയോടുകൂടിയാണ് അവർ 2 പേരും സംസാരിച്ചത്. കൈരളി ന്യൂസ് അല്ലേ വാർത്ത പുറത്തു വിട്ടത്, ഞങ്ങൾ ഓടിപ്പോയി എന്ന്. ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ സംസാരിക്കുക എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് നൃപൻ ചക്രവർത്തിയോട് ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും ഇടപെട്ട് സംസാരിക്കുന്നത്. അതിന് ആ ദൃശ്യങ്ങൾ തന്നെ പര്യാപ്തമാണ്. ആ ദൃശ്യങ്ങൾ തന്നെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഏത് രീതിയിലാണ് മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചതെന്ന്. ഈ സംസാരത്തിനിടയിലാണ് കൈരളി ന്യൂസിന്റെ ക്യാമറയ്ക്ക് വരെ കേടുപാടുകൾ സംഭവിക്കുന്നത്. മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങളോട് തീർത്തും അസഹിഷ്ണുതാപരമായ നിലപാട് സ്വീകരിച്ച് അക്രമം കാണിക്കുന്ന ഒരു നിലപാടിലേക്ക്, സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ആ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് മറ്റാരുമല്ല, ഷാഫി പറമ്പിൽ എം പിയും വി കെ ശ്രീകണ്ഠൻ എം പിയും അടക്കമുള്ളവരാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ കാണാം ഏത് രീതിയിലാണ് മാധ്യമ പ്രവർത്തകരോട് ശുഭ്രവസ്ത്രധാരികളായ കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഇടപെടൽ. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ് ഞങ്ങളെന്ന് എപ്പോഴും ഘോരം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ് നേതാക്കളാണ് ഏത് രീതിയിൽ മാധ്യമ പ്രവർത്തകരോട് ഇടപെടുന്നു എന്ന് നമുക്ക് കൃത്യമായി ആ വിഷ്വലുകളിൽ തന്നെ കാണാം. ആ രീതിയിൽ പരിശോധനയോട് ഒരു തരത്തിലും സഹകരിച്ചിരുന്നില്ല കോൺഗ്രസ് നേതാക്കൾ. പരിശോധനയ്ക്ക് തൊട്ട് മുൻപ് വരെ ആ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നു. പരിശോധന നടക്കുന്നു എന്ന വിവരം സ്വാഭാവികമായിട്ടും അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും. ആ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാകണം ഹോട്ടൽ മുറി വിട്ട് പുറത്തേക്ക് പോകുന്നത്. ഈ ഹോട്ടൽ മുറി വിട്ട് പുറത്തേക്ക് പോയ നേതാക്കൾ അല്പസമയത്തിനകം തന്നെ, ഏകദേശം 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ തിരിച്ച് ആ ഹോട്ടലിലേക്ക് വരുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അവിടെ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടങ്ങുന്ന നിരവധി ആളുകൾ, ബൈക്കിലടക്കം നിരവധി ആളുകളെ കൂട്ടിയാണ് ഈ 4 നേതാക്കളും അവിടെ എത്തുന്നത്. അതിനുശേഷമാണ് സ്ഥലത്ത് വലിയൊരു രീതിയിലുള്ള സംഘർഷാവസ്ഥ. ആ
ഹോട്ടൽ മുറി വിട്ട് തിരിച്ച് പുറത്തു പോയി വന്നതിന് ശേഷമാണ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. ആ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. നമുക്ക് ആ പ്രതികരണം ഒരിക്കൽ കൂടി കണ്ടുവരാമെന്ന് തോന്നുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഒന്ന് ഓർഡർ ഒന്ന് കാണിച്ചു തരുമോ? തല മൊട്ടടിക്ക ഒന്ന് ഓടുന്നത് കാണിച്ചു തരുമോ? ഇതിലും ഓടി എന്ന് പറഞ്ഞു. ആ നിങ്ങളല്ലേ ചാനൽ കൊടുത്ത്, നിങ്ങളുടെ ചാനലല്ലേ കൊടുത്ത് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പറഞ്ഞല്ലോ. നാണുണ്ടോ? നാണം നിങ്ങൾ എം പിയാ? ഒന്നാ പോവില്ല. ഈ ആരോടെ കളിക്കുന്നു? പിന്നെ ഞാന് ഒരു മിനിറ്റ് ഷാഫി പറഞ്ഞത് കേട്ടുകൊണ്ടിരുന്ന ഒരാളാ. ഷാഫി പറഞ്ഞത് കേട്ടോണ്ട് ഞാൻ ചോദ്യം ചോദിക്കാൻ ബാധ്യസ്ഥനാ. ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു മാനി എം പി ഈ ക്ഷോഭം കാണിക്കരുത്. ഞാൻ പറഞ്ഞുതരാം. എന്നോട് ചോദിക്കും. ഞാൻ പറയാം. എന്നോട് ചോദിക്കും. ഷാഫി ഇങ്ങനെ പെരുമാറട്ടെ. ഷാഫി ഇങ്ങനെ പെരുമാറ്റത്തിന് നിങ്ങൾ ക്ലാസ് എടുക്കരുത്. ഷാഫി ഇങ്ങനെ പെരുമാറ്റത്തിന് താങ്കൾ ക്ലാസ് എടുക്കരുത്. പെരുമാറ്റത്തിന്റെ ക്ലാസ് താങ്കൾ ദയവായിട്ട് എടുക്കരുത്. പാലക്കാട് എം പി ആണ്. അങ്ങനെ എത്ര മോശമായ ഷാഫി എന്തിനാ? ഞാൻ ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിച്ചിട്ടേ പോവുള്ളൂ. ഓടിയെന്ന് പറഞ്ഞ ഞാൻ ചോദ്യം ചോദിക്കും എം പി. ഞാൻ ചോദ്യം ചോദിക്കും. കൈരളി അവസാന നിമിഷം വരെ ചോദ്യം ചോദിക്കും. ഈ വീട്ടിൽ പോയി ചോദിക്കണം. എന്ത് പ്രശ്നം അടിച്ചാൽ വരികയാണ്? എന്ത് പ്രശ്നം?